ഇങ്ങോട്ടിൽ അവിടെ നടക്കുന്ന ഒരു കൊലപാതകം അത് റിലേറ്റഡ് ആയിട്ട് ഒരു ചുരുളയ്യൻ്റെ രഹസ്യങ്ങൾ പോലെയാണ്. ത്രൂ ഔട്ട് ഒരു കോമഡി എലമെന്റ് കീപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഒരു കോമഡി ത്രില്ലർ എന്ന് വേണം പറയാൻ. ബേസിൽ ആ സെയിം സ്വാഗ് പൊളിച്ചിട്ടുണ്ട് പോലീസ് ഓഫീസറായിട്ട്. ചെമ്പൻ വിനോദ് നൈസായിരുന്നു. ഈ പറഞ്ഞ പോലെ നമ്മുടെ സൗബിത് നൈസായിരുന്നു. ആ ക്യാരക്ടർ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. എനിക്ക് എടുത്തു തോന്നിയത് ഒരു ഫസ്റ്റ് ടൈം ഡയറക്ടർ മൂവിയാണെന്ന് പറയത്തില്ല. പുള്ളി ഒരു എന്താ പറയുക മേക്കിംഗ് വൈസും ആ ഒരു BGM എല്ലാം വയസ്സുണ്ടായിരുന്നു. പിന്നെ അൻവർ റഷീദ് സെലക്ട് ചെയ്യുന്ന സ്ഥാനമല്ലേ, പ്രൊഡക്ഷൻ ആണെങ്കിലും ഈ പറഞ്ഞ പോലെ ഡയറക്ഷൻ ആണെങ്കിലും പുള്ളി ഭയങ്കര സെലക്റ്റീവ് അല്ലേ, ചെയ്യുന്ന കാര്യങ്ങളിലൊരു സംഭവം ഉണ്ടാവും. അത് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ എന്താ പറയാ, മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഒരു കോമഡി ത്രില്ലർ, ത്രൂ ഔട്ട് ഒരു കോമഡി ഉണ്ട്. അതുപോലെ തന്നെ ആ ഒരു ത്രില്ലിംഗ് എലമെന്റും, അതായത് ഇന്റർവെൽ എന്ത് സംഭവിക്കുന്നു, പിന്നെ സംഭവിക്കുന്നു, ക്ലൈമാക്സ് എത്തിയ ടെസ്റ്റ്, മൊത്തത്തിൽ ഒരു പൈസ വസൂൽ പടം തിയേറ്ററിൽ നടത്തിയവയാണ്. ഫസ്റ്റ് ടൈം ഡയറക്ടർ മൂവി എന്ന് പറയത്തില്ല, അതിന് പുള്ളിക്കാരന് ഹാറ്റ്സ് ഓഫ്. പടം ഫുൾ ഒരു ഷാപ്പിൽ തന്നെയാണ് നടക്കുന്നത്. ഒരു ഷാപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കൊലപാതകം. അതൊരു മെയിൻ പ്ലോട്ട് ഷാപ്പാണ്. അത് തന്നെ. ഷാപ്പ് മാത്രമല്ല, സ്റ്റാർട്ടിങ് എന്റെ ക്ലൈമാക്സ് എല്ലാം ഓൾമോസ്റ്റ് അവിടെ മാത്രമല്ല ത്രൂ ഔട്ട് ഉണ്ട്. പക്ഷെ ഷാപ്പ് ഒരു മെയിൻ ക്യാരക്ടറാണ്, അതുകൊണ്ട് ഉചിതമായ പേരാണ് പ്രാവിൻകുടി ഷാപ്പ്. ബേസിന്റെ പോലീസ് സ്റ്റേഷൻ എങ്ങനെയുണ്ട്? രസമുണ്ടായിരുന്നു. പുള്ളി ഒരു സീരിയസ് ആയിട്ടുള്ള അല്ല, എന്നാൽ ഒരു കോമഡി ടൈപ്പുള്ള ഇതുവരെ കണ്ട പാറ്റേൺ പോലെയൊക്കെ തന്നെയാണ്. പക്ഷെ എന്നാലും രസമുണ്ടായിരുന്നു. പുള്ളി ബോറടിക്കുന്നില്ല. ബോറടിക്കാതെ നമുക്ക് ആ ഒരു ക്യൂരിയോസിറ്റി അടിപൊളിയായിരുന്നു. നല്ലൊരു ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ജോണറിൽ പോകുന്ന ഒരു പടമാണ്. ഫസ്റ്റ് ഹാഫ് ഭയങ്കര സീരിയസ് ആയിട്ടാണ് പോകുന്നത്. ബേസ്ഡ് ഓൺ ഈ ഒരു കൊലപാതകമാണ്, ഒരു ഷാപ്പിൽ നടക്കുന്ന ഒരു കൊലപാതകമാണ്. ആ കൊലപാതകം ബേസ് ചെയ്ത് പോകുന്ന ഒരു സ്റ്റോറി. ഫസ്റ്റ് ഹാഫിൽ ഭയങ്കര സീരിയസ് ആയിട്ട് പോകുന്നു, ഭയങ്കര അന്വേഷണം. ഈ പറഞ്ഞ ബേസിലാണ് ഭയങ്കര ഒരു സീരിയസ് ആയിട്ട് ഭയങ്കര പെട്ടെന്ന് തെളിവുകൾ കണ്ടുപിടിച്ചിട്ട് ഇൻവെസ്റ്റിഗേഷൻ വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നു. ഒരു പോയിന്റിലേക്ക് എത്തുമ്പോൾ ഫസ്റ്റ് ഹാഫ് ആയി. സെക്കൻഡ് ഹാഫ് വരുമ്പോൾ എന്തെല്ലാം ഡിഫറെന്റ് ആയിട്ടൊരു രീതിയിലാണ് പടം കൊണ്ടുവയ്ക്കുന്നത്. പക്ഷേ നമ്മൾ അറിയാലോ ട്വിസ്റ്റുകൾ ഈ ഒരു കളി എന്താ വെച്ചാൽ നമ്മൾ ഭയങ്കര സീരിയസ് ആയിട്ട് സിറ്റുവേഷനിൽ പോകുമ്പോൾ അവിടെ ആ പോയിന്റ് കൊണ്ടുവന്നിട്ട് കോമഡി വെച്ചേക്കാം. അവിടെ നമ്മൾ ചിരിച്ചങ്ങോട്ട് ഭയങ്കരമായിട്ട് എനർജി വരും, ഭയങ്കരമായിട്ട് ചിരിക്കും. അങ്ങനെയാണ് പടം പോകുന്നത്. പിന്നെ എടുത്തു പറയേണ്ടത് ഈ ബേസിൽ ചാന്ദിനി ആ ഒരു കോമ്പിനേഷൻ സീനുകൾ ഭയങ്കരമായിട്ട് വാക്കട്ടെ, നല്ല രസമായിട്ട് പടം പോയിട്ടു. തിയേറ്ററിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നുള്ളൊരു അങ്ങനെ ഒരു മൂവിയാണ് പ്രാവിൻകുടി ഷാപ്പ്. ഒരു രസമുള്ള രീതിയിലാണ് പടം മേക്ക് ചെയ്തേക്കണത്. എനിക്ക് തോന്നുന്നു ബേസിലിന്റെ മറ്റൊരു ഹിറ്റ് എന്ന് തന്നെ പറയാൻ പറ്റും. ഷാപ്പിൻകൂടിന്റെ ആ പേരുണ്ടല്ലോ, ആ പേരിന്റെ അനർത്ഥമാക്കുന്ന രീതിയിലാണ് പടം മേക്ക് ചെയ്തേക്കുന്നത്. നമ്മൾ ഷാപ്പിൽ ചെല്ലുമ്പോൾ കിട്ടുന്ന ഒരു വൈബ് ഉണ്ടല്ലോ, അതിൻ്റെ ഇതായിട്ടുള്ള ആംബിയൻസ് അതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അൻവർ റഷീദിന്റെ ആയിട്ടുള്ള വേ ഓഫ് മേക്കിംഗ് പടത്തിൽ നല്ല രീതിയിൽ കടന്നു വന്നിട്ടുണ്ട്. പ്രൊഡ്യൂസർ ആണെങ്കിലും ഡയറക്ടറൊക്കെ നല്ലൊരു ഫ്യൂച്ചർ ഉണ്ട്. നല്ല രീതിയിൽ പടത്തിൽ എല്ലാവരും നല്ല രീതിയിൽ പുള്ളി യൂസ് ചെയ്തിട്ടുണ്ട്. സോ തിയേറ്റർ വാച്ച് മൂവി തന്നെയാണ്. അല്ല, ഷാപ്പാണ് സെൻട്രൽ ഒരു പോർഷൻ എന്ന് പറയുന്നത്. അതിനെ ബേസ് ചെയ്തിട്ടാണ് പടം പോണത്. സോ അതിൻ്റെ ഉള്ള ആംബിയൻസിൽ കിട്ടുന്ന എല്ലാ എലമെന്റ്സും സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊരു കോമഡി ഉണ്ട്, ത്രില്ലർ ഉണ്ട്, എല്ലാ രീതിയിലൂടെ പടം മേക്ക് ചെയ്ത് പോകുന്നുണ്ട്. ആ മേക്കിങ് അടിപൊളിയായിട്ടാണ് വന്നേക്കുന്നത്. അതിൽ അൻവർ റഷീദ് കൈ കടത്തിയിട്ടുണ്ടെന്നുള്ളത് എനിക്ക് തോന്നുന്നു, അതിൻ്റെ ഒരു വേ ഓഫ് സ്റ്റൈൽ കാണുമ്പോഴത്തേക്ക്. സോ ടോട്ടലി തിയേറ്റർ വാച്ച് മൂവി തന്നെയാണ്. പോലീസ് സ്റ്റേഷൻ നമ്മൾ ഒരു ഭയങ്കര ഒരു ആക്ഷൻ സ്റ്റൈൽ പോലീസ് സ്റ്റേഷൻ ഒന്നുമല്ല. ഇപ്പം എല്ലാവരുടെ എലമെന്റ്സും കോമഡിയും സീരിയസസ് എല്ലാം കൂടെ കണക്റ്റഡ് ആയി പോകുന്നൊരു പോലീസ് സ്റ്റേഷനാണ്. ബേസിൽ അത് അടിപൊളിയായിട്ട് ചെയ്തു കൊള്ളാം.